നമസ്കാരം. ഇന്ന് നമ്മുടെ വിളപ്പിച്ചല ആശുപത്രിയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയാൻ പോണത്. ഒരിക്കൽ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ശ്വാസം മുട്ടലായിട്ട് ഞാൻ വിളപ്പിച്ചല ഹോസ്പിറ്റലിൽ പോയപ്പം ഒരു പാരസെറ്റമോൾ ഗുളികയും തന്നാണ് വിട്ടത്. എന്നിട്ട് പറഞ്ഞ് രാവിലെ OP-യിൽ പോയി കാണും. പിന്നെ എനിക്ക് ശ്വാസം മുട്ടലൊന്നും എനിക്ക് സഹിക്കാൻ വയ്യാതെ വന്ന് പിന്നെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ ചിന്തിക്കുക, അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പൈസ ഇല്ലാതെ പാവപ്പെട്ട ഒരുത്തൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് ചിന്തിക്കുക. ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡോക്ടർമാർക്കോ സിസ്റ്റർമാർക്കോ ആർക്കും ഒരു നഷ്ടമില്ല. നമ്മളെ കുടുംബത്തിന് മാത്രമേ നഷ്ടങ്ങളുള്ളൂ, നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും. അല്ലാതെ മറ്റൊരാൾക്ക് ഒരു നഷ്ടവുമില്ല. പിന്നെ ഒരു ദിവസം പോയപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 2-3 മാസം മുമ്പേ പോയപ്പോൾ രാത്രി ഒരു 12 മണിക്ക് എന്താണ് ഞാൻ പോയത്. എനിക്ക് അപ്പോഴും ശ്വാസം മുട്ടൽ വന്ന് ഞാൻ പോയതാണ്. പോയപ്പോൾ അവിടെ ഫ്രണ്ട് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ വിളിച്ചുണർത്തി ഒരുപാട് സമയം എടുത്താണ് പിന്നെ അതിൻ്റെ ബാക്കി ശുശ്രൂഷകളൊക്കെ ചെയ്തത്. അപ്പോൾ പഴയ ഡോക്ടറെ അന്ന് കണ്ടതായ ഡോക്ടറല്ല, ഇപ്പം പുതിയ ഡോക്ടറാണ്. പിന്നെ അപ്പോഴും അവർ അതിൻ്റെ ശ്വാസം മുട്ടലിൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നു, ആവിയൊക്കെ പിടിച്ച് അങ്ങനെ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയാണ് നമ്മുടെ വിളപ്പിശാല ഹോസ്പിറ്റലിലുള്ളതായ അവസ്ഥ. അപ്പോൾ ഇന്ന് അവിടെ ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ടുള്ള ചികിത്സ കിട്ടാതെ വന്ന് അപ്പം ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും ഇറങ്ങി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആശുപത്രിക്കെതിരെ. പണ്ട് എൻ്റെ കുഞ്ഞുകാലങ്ങളിലൊക്കെ ഈ ഹോസ്പിറ്റലിൽ നല്ല പ്രവർത്തനവും അതേപോലെ സ്ത്രീകളുടെ പ്രസവ ശുശ്രൂഷകൾ, ഓപ്പറേഷൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ പൊടുന്നനെ ഈ ഹോസ്പിറ്റൽ പിന്നെ ഒരു ഉപയോഗവും ഇല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. അതിനകത്ത് വൃത്തി എന്ന് പറഞ്ഞത് ഒട്ടുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ പോയി നമ്മൾ ഇപ്പം OP-യിൽ തന്നെ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മണിക്കൂറോളം നിൽക്കണം മരുന്ന് വാങ്ങാൻ ഫാർമസിയിൽ. അപ്പോൾ ഫാർമസിയിൽ മണിക്കൂറോളം നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥ അറിയാം. നമ്മളെപ്പോലെയല്ല മറ്റുള്ളവർ, ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു ഒരു ഒരു ടെക്നോളജി ആയിട്ടുള്ള ഒരു സംവിധാനം ഈ ഹോസ്പിറ്റലിലില്ല. അപ്പം നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്, അതിന് വേണ്ടതായ എല്ലാ സംവിധാനങ്ങളും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഒരാൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചാശുപത്രിയിൽ ആദ്യം പോവുള്ളൂ. ഇവിടുന്ന് പേപ്പർ ഉണ്ടെങ്കിലേ അടുത്ത ആശുപത്രിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരിക്കൽ ഡയറക്ടറായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ചോദിച്ചതെന്ന് പറഞ്ഞാൽ കൊച്ചാശുപത്രിയിലെ തുണ്ടുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ആശുപത്രിയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എൻ്റെ ബിഗ് സല്യൂട്ട്.